ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ അടുത്ത LPST UPST പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു ടൈം ടേബിളാണ് കേട്ടോ. ഒരു വീക്ക്ലി ടൈം ടേബിളാണ്. അപ്പോൾ എല്ലാവരുടെയും കൺവീനിയൻസ് പ്രമാണിച്ചിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടമ്മയായാലും അതുപോലെ ജോലിക്ക് പോകുന്നവരായാലും എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീക്ക്ലി ടൈം ടേബിൾസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ദിവസത്തെയും ടൈം ടേബിൾ ചെയ്യാത്തത് അത് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോവുകയും പിന്നെ അവിടെ പെൻഡിങ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീക്ക്ലി അല്ലേ, വീക്ക്ലി നമുക്കിപ്പോൾ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം ഒരു 2-3 മണിക്കൂർ എക്സ്ട്രാ എടുത്ത് നമുക്കത് കവർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പഠിക്കാൻ പോകുന്ന രീതി എന്നുള്ളതാണ്. ഒന്നുകിൽ SCERT കവർ ചെയ്തതിന് ശേഷം ടൈം ടേബിൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ടൈം ടേബിളിനോടൊപ്പം SCERTയും കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ, രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലർക്ക് സമയത്തിൻ്റെ കുറവ് കാണും, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ആദ്യം SCERT കവർ ചെയ്യണോ അതോ സിലബസിനനുസരിച്ച് SCERT കവർ ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഞാനൊരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു ടൈം ടേബിൾ നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു 15 ആഴ്ചത്തെ ടൈം ടേബിളാണ്. ഓക്കെ, അതിൽ 14 ആഴ്ച നമ്മുടെ കണ്ടൻറ്റും വരുന്നുണ്ട്. 15ാമത്തെ ആഴ്ച നിങ്ങൾക്കൊരു മെഗാ റിവിഷനുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആഴ്ചയിലെ ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ്. അപ്പോൾ അതിലെ പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്യർ കലാപവും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യകാല കലാപം എന്ന് പറയുമ്പോൾ 5 തെങ്ങ് മുതൽ നമ്മൾ നോക്കണം. അപ്പോൾ അതാണ് ഞാൻ എക്സ്ട്രാ ടോപ്പിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുക. ഇത് നമ്മുടെ SCERTയിലും ഈ ടോപ്പിക്സ് ഉണ്ട്, റാങ്ക് ഫയലിലും ഉണ്ട്. ഈ കാണുമ്പോൾ വലിപ്പം തോന്നുമെങ്കിലും വളരെ കുഞ്ഞൊരു ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പോലെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ആ ആഴ്ച തന്നെ ഉള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി നോക്കുക. അതുപോലെ നമ്മുടെ ഫിസിക്സിൽ അളവുകളും യൂണിറ്റുകളും, മാത്സിൽ ഭിന്നസംഖ്യകൾ, പാറ്റേൺസ്, ഇംഗ്ലീഷിലെ ലിങ്കേഴ്സ്. അതിനോടൊപ്പം നിങ്ങൾ SCERT അല്ലേ, ഡെയിലി SCERT നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങൾ വായിക്കുക. പിന്നെ ഞാൻ ആദ്യമേ പറയുന്നു, ഇതിൽ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന സയൻസിലെ ഓരോ ഹെഡിങ്ങുകളും നമ്മുടെ SCERT പാഠപുസ്തകങ്ങളുടെ പേരുകളാണ്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും പേരുകളാണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ റാങ്ക് ഫയലുകളും SCERT തന്നെയാണ് ഫോളോ ചെയ്ത് തന്നെയാണ് വരുന്നത്. എന്നാലും ഞാൻ ഈ പറയുന്ന സയൻസ് പറയുന്ന ഇപ്പോൾ അളവുകളും യൂണിറ്റുകളും അത് 8ാം ക്ലാസ്സിലൊരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് അല്ലേ, 8ാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ SCERT തന്നെ നോക്കുക. ഈ സയൻസിൽ പറയുന്ന ഓരോ ചാപ്റ്ററും നിങ്ങൾ SCERT തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മൺഡേ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ മൺഡേ മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളിരുന്ന് ഈ ഒരു ടൈം ടേബിൾ നോക്കുക. ഒന്നുകിൽ നമ്മൾ എല്ലാം ഇന്ന് തന്നെ എഴുതിയെടുക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഓരോ വീക്കിലുള്ളതും ജസ്റ്റ് എല്ലാം ആദ്യം കേട്ടിട്ട് ഓരോ വീക്കിലുള്ളതും മാത്രം നിങ്ങളൊന്ന് കുറിച്ചെടുത്ത് വെക്കുക. അടുത്ത ദിവസം വന്ന് അടുത്ത വീക്കിൽ നോക്കിയാൽ മതി. ഒരുമിച്ചിരുന്ന് എഴുതാനിരുന്നാൽ ഇതിൻ്റെ എഴുത്ത് തന്നെ നമ്മുടെ ഒരുപാട് സമയം പോകും അല്ലേ. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഓരോ പാഠഭാഗവും, സിലബസിലെ ഓരോ പാഠഭാഗവും SCERTയിൽ എവിടെ വരുന്നു എന്ന് കണ്ടുപിടിച്ച സിലബസിൻ്റെ അടുത്ത് തന്നെ എഴുതി വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ സിലബസൊക്കെ എടുക്കുന്ന കാര്യവും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് അനുസരിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ടൈം ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആഴ്ചയിലെ ടോപ്പിക്സ്. ഇനി രണ്ടാമത്തെ ആഴ്ചയിലെ ടോപ്പിക്ക് വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിലോട്ട് പോകുന്നു. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ, അത് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്ന് കടം കൊണ്ടതാണ് അല്ലേ, ഭരണഘടന നിർമ്മാണ സഭ, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ നോക്കുക. പിന്നെ വൈകുണ്ഠസ്വാമികൾ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് റിനൈസൻസ് ലീഡേഴ്സ് ഓരോ ദിവസവും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ റിനൈസൻസ് ലീഡേഴ്സും ചില ദിവസം നമ്മുടെ ഞാൻ ഇട്ടിരിക്കുന്നത് ടോപ്പിക്ക് റാൻഡമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ടോപ്പിക്കുകളുടെ ഒരു കാഠിന്യം അനുസരിച്ചിട്ടാണ് റാൻഡമായിട്ട് ടോപ്പിക്ക് ഇട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബേർഡൻ ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്
ഇപ്പോൾ ചില ഏരിയാസ് ഞാൻ കുറച്ച് ഡീപ്പായിട്ടുള്ള ഏരിയ ഇടുമ്പോൾ അടുത്ത സബ്ജക്റ്റിൽ നിന്ന് ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വീക്ക് 2 വരുന്നത്. വീക്ക് 2 മാത്സിലും സൈക്കോളജിയിലും വരുന്ന കാര്യങ്ങളും തന്നിട്ടുണ്ട് വീക്ക് 2 വരുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ 3ാമത്തെ ആഴ്ചയിലെ ടൈം ടേബിൾ വരുന്നത്. ഇത് 3ാമത്തെ ആഴ്ചയിലെ ടൈം ടേബിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ വായിക്കുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ വെറുതെ എന്തിനാ സമയം കളയുന്നില്ല, നിങ്ങളുടെ സമയം കളയുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് 3ാമത്തെ ആഴ്ചയിലെ നമ്മുടെ ടൈം ടേബിളാണ് വരുന്നത്. ഇത് 4ാമത്തെ ആഴ്ചയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈം ടേബിളാണ് ഇത് വരുന്നത്. 4ാമത്തെ ആഴ്ചയാണ്. മാക്സിമം നിങ്ങൾ പെൻഡിങ് ഇല്ലാതെ നോക്കുക. ഓക്കെ, ദെൻ 5ാമത്തെ ആഴ്ചയിലെ ടൈം ടേബിളാണ്. 5ാമത്തെ ആഴ്ച. ഈ ഓരോ ആഴ്ചയും നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ റിവിഷനും കൂടി സമയം മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്നവരും ടോപ്പേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം റിവിഷൻ്റെ യൂസ് എന്തുമാത്രമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്തത് സെറ്റാക്കി വെക്കുക. ഓക്കെ, ഇത് നമ്മുടെ 6ാമത്തെ ആഴ്ചത്തെ ടൈം ടേബിളാണ്. ഓക്കെ, ഇത് 5ാമത്തെ തന്നെയാണ് കേട്ടോ. 5ാമത്തത് കുറച്ച് ഞാൻ നമുക്ക് കാണുമ്പോൾ കുറേ ടോപ്പിക് ഉള്ളതുപോലെ തോന്നും, പക്ഷേ ടോപ്പിക്കുകൾക്ക് എന്താണ് കണ്ടൻറ്റ് വളരെ കുറവുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ ഇതൊക്കെ. ദെൻ 6ാമത്തെ ആഴ്ചയിലേതാണ്. ഞാൻ ഈ മുഴുവൻ ടൈം ടേബിളും കാണിച്ചു തന്നിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ പറയാനുണ്ട്, അതുകൂടെ കേട്ടിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇത് നമ്മുടെ 7ാമത്തെ ആഴ്ചയിൽ വരുന്ന ടോപ്പിക്കുകളാണ്. 7ാമത്തെ ആഴ്ചയിൽ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും വരുന്നുണ്ട് 7ാമത്തെ ആഴ്ചയിൽ. ഇത് നമ്മുടെ 8ാമത്തെ ആഴ്ചയിലെ ടോപ്പിക്കാണ്. 8ാമത്തെ ആഴ്ചയിൽ ഇത്രയും ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ 9ാമത്തെ ആഴ്ചയിലെ ടോപ്പിക്കുകളാണ്. നിങ്ങൾ 9ാമത്തെ വീക്ക് കവർ ചെയ്തിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. ദെൻ 10ാമത്തെ ആഴ്ചയിലോട്ട് കടക്കുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തേക്കണം. 10ാമത്തെ വീക്ക് ഞാൻ ഓരോന്നിനും ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ചില വീക്കുകൾ 2 സ്ലൈഡ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ നമ്മുടെ 11ാമത്തെ ആഴ്ചയിലെ ടോപ്പിക്കാണ്. 11 ഒന്നുകൂടെ ഉണ്ട്, സ്ലൈഡ് കണ്ടോളൂ. ഇത് 11ാമത്തെ ആഴ്ചയിലേതാണ്. ദെൻ 12ാമത്തെ ആഴ്ച ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. 13ാമത്തെ ആഴ്ചയിലെ ടോപ്പിക്സാണ് ഈ തന്നിരിക്കുന്നത്. ഇപ്പോൾ സൈക്കോളജിയിലെ ബാലൻസ് ടോപ്പിക്സ്, നമ്മൾ സൈക്കോളജി കുറേ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിട്ടില്ലേ, ഓരോ 12 ആഴ്ചയും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13ാമത്തെ ആഴ്ച അതിൽ കുറേ ബാലൻസ് ടോപ്പിക്സ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മുടെ കേരള പാഠ്യപദ്ധതി, ചട്ടക്കൂട്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ 12 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഠന രീതി എന്താണ്, സിമ്പിൾ ടു കോംപ്ലക്സ്, അങ്ങനെയുള്ള കാര്യം നമുക്ക് ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, പിന്നെ നമ്മുടെ കേരള പാഠ്യപദ്ധതി, സമീപന രേഖ കരിക്കുലം ഫ്രെയിംവർക്ക്, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, അങ്ങനെ കുറച്ച് ടോപ്പിക്സുകളൊക്കെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് ഈ ബാലൻസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടോ 14ാമത്തെ ആഴ്ച എത്തുമ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 14ാമത്തെ ആഴ്ച ഇതിൽ ആർക്കെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ 14ാമത്തെ ആഴ്ചയോടുകൂടി കംപ്ലീറ്റ് ചെയ്യുക. ദെൻ 15ാമത്തെ ആഴ്ച ഒരു മെഗാ റിവിഷൻ അങ്ങ് നിങ്ങൾ നടത്തുക. എൻറ്റയർ സിലബസ് വെച്ചിട്ട് ഒരു റിവിഷൻ അങ്ങ് നിങ്ങൾ നടത്തുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ടൈം ടേബിളിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ റാങ്ക് ഫയൽ എടുത്ത് നോക്കുമ്പോൾ 100-150 പേജുകൾ വരാം. അത് ഉദാഹരണം നമ്മുടെ ജോഗ്രഫി, ഭൂപ്രകൃതി, കാലാവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വരാം. ഞാൻ പറയട്ടെ, ഈ ജോഗ്രഫിയൊക്കെ നമ്മൾ SCERT നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 9ാം ക്ലാസ്സിലെ SCERT ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ SCERT തന്നെ നമ്മൾ നോക്കിയിരുന്നാൽ മതി. അതിന് പുറത്തോട്ട് നമ്മുടെ ടൈമിനനുസരിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ സമയമുണ്ട്, അതിനനുസരിച്ച് നോക്കിയാൽ മതി കേട്ടോ. എല്ലാം ഏത് ടോപ്പിക്കായാലും SCERT കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ നോക്കിയിരുന്നാൽ മതി. SCERT കഴിഞ്ഞ് NCERT ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടോപ്പിക്കാണ്. അതിൽ കേരള ചരിത്രം വരുന്നുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വരുന്നുണ്ട്, ലോക ചരിത്രം വരുന്നുണ്ട്, അതിൽ തന്നെ കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 10 മാർക്കാണ് നമുക്ക് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ, കേരള നവോത്ഥാനം, അതുപോലെ റിനൈസൻസ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ നമുക്ക്
കൂടുതലും. അതുപോലെ നമ്മുടെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും അതൊക്കെ കറണ്ട് അഫയേഴ്സ് വരാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ലോകചരിത്രം, ഇത്രയും ടോപ്പിക്സിന് 10 മാർക്കാണുള്ളത് കേട്ടോ, 10 മാർക്കാണ്. ദെൻ അടുത്ത ടോപ്പിക്ക് നോക്കിക്കേ. ഇതാണ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ 5 മാർക്കാണ് വരുന്നത്. അവിടെ 2 മാർക്ക് കറണ്ട് അഫയേഴ്സിനും പോകുന്നുണ്ട്. അതായത് ടോട്ടലി നമ്മൾ സ്റ്റാറ്റിക് GK ന്ന് നമുക്ക് 3 മാർക്ക് മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിൽ വരുന്ന ടോപ്പിക്കുകൾ വലുതാണ്. നമ്മുടെ ജോഗ്രഫി അല്ലേ, ജോഗ്രഫി എത്ര തന്നെ വാസ്റ്റാണ്. അതുപോലെ എക്കണോമിക്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രം അല്ലേ, സമൂഹശാസ്ത്രം, നമ്മുടെ കുടുംബം, സാമൂഹീകരണം, അതൊക്കെ SCRTയിലുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയുണ്ട്. അത് SCRT നിന്ന് പഠിച്ചാൽ മതിയായിരിക്കും, അതിന് പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റ് വരുന്നതിന് 5 മാർക്കേ ഉള്ളൂ. അതിൽ തന്നെ 2 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിനാണ്. അപ്പോൾ നമ്മൾ 3 മാർക്കിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ആ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ടോപ്പിക്കുകൾക്ക് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇപ്പോൾ മിസ് ടൈം ടേബിൾ ഇട്ടു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ടൈം ടേബിൾ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതും വെച്ചുകൊണ്ട് 5 ദിവസവും ഇരിക്കരുത്. 5 ദിവസവും ഇന്ത്യയുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വെച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിലൂടെ ഒരു റൗണ്ട് കടന്നു പോവുക. നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഒരു പ്രാവശ്യം ആ ടൈം ടേബിളിലൂടെ കടന്നു കഴിഞ്ഞ് നിങ്ങൾ ഈ ടൈം ടേബിൾ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് തോന്നുമ്പോൾ ഒരിക്കൽ കൂടെ കടന്നു പോയാൽ മതി. നിങ്ങൾക്കൊരു കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കിട്ടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു റൗണ്ട് ഈ സിലബസിലൂടെ പോയി അടുത്ത റൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾ ഇതിനേക്കാളും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത റൗണ്ട് സിലബസ് പോകുമ്പോൾ വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ മെൻ്റലി കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയാണ്. ഞാൻ ഒരു റൗണ്ട് ഈ സിലബസിലൂടെ പോയതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് അല്ലേ വേണ്ടത്. ആ കോൺഫിഡൻസിൽ നിന്ന് നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് പഠിച്ചു തീർന്നില്ല, അയ്യോ വായിച്ചത് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചങ്ങ് വിടുക. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, 1.5 വർഷത്തോളം സമയമുണ്ട് അല്ലേ. അപ്പോൾ വായിച്ച് വിടുക. ഈ ഒരു 15 ആഴ്ച നിങ്ങൾ വായിച്ച് വിട്ടിട്ട് അടുത്ത ആഴ്ച വീണ്ടും ഇതേ ടൈം ടേബിൾ, ആ 15ാമത്തെ ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതേ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ 5 ദിവസം 3 ദിവസമാക്കി മാറ്റാൻ പറ്റും. ഇത്രയും ടോപ്പിക്കിന് വീണ്ടും ഫോളോ ചെയ്താൽ 2 ദിവസമാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്കിത് എക്സാമിൻ്റെ തലേന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിലബസ് മുഴുവൻ വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് വായിക്കാനും പറ്റും. അതാണ് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ മാറ്റങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഞാൻ പറയട്ടെ, സയൻസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. സയൻസ് മേഖലയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഫിസിക്സിൽ നിന്നാണെങ്കിൽ 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. 2 മാർക്ക് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സൊക്കെ കൂടുതലും നമ്മുടെ നൊബൽ പ്രൈസ് ആയിരിക്കും. അതുപോലെ കെമിസ്ട്രി 7 മാർക്കിനാണ്, ബയോളജി 6 മാർക്കിനാണ് കേട്ടോ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി 14, പിന്നെ നമ്മുടെ ബയോളജിക്ക് എത്രയാണ്, 6 മാർക്കാണ്. അപ്പോൾ മൊത്തം 20 മാർക്ക് വരുന്നുണ്ട്. സയൻസിന് മൊത്തത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ SCRT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഈ പറയുന്ന ടോപ്പിക്കുകളുടെ തന്നെ പേരാണ് ഓരോ ചാപ്റ്ററിൻ്റെയും ഹെഡിങ്, അത് നോക്കി കണ്ടുപിടിച്ച് ആ ചാപ്റ്റർ വായിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, ഇതൊക്കെ തന്നെയാണ് 8, 9, 10 ക്ലാസ്സുകളിലെ ബയോളജിയുടെ ചാപ്റ്റേഴ്സിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ മാത്സ് 15 മാർക്കിനാണ്. ഞാൻ മാത്സ് ഡെയിലി ഇട്ടിട്ടുണ്ട്, ടോപ്പിക്കുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിവിഷൻ വെക്കുന്ന ദിവസം അല്ലെങ്കിൽ ഒരു സൺഡേ എന്ന് പറയുന്ന ദിവസം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ PSC എക്സാമുകളുടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇത്രയും വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഇംഗ്ലീഷിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, മലയാളത്തിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, 30 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു സൺഡേ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ടോപ്പിക് ഇട്ടാലും മാത്സിനോട് ഞാൻ പൂർണ്ണമായിട്ടും ഈ ടൈം ടേബിൾ ഇട്ടതിൽ എനിക്ക് കുറച്ച് ഒരിതുണ്ട് കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുക. മാത്സൊക്കെ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുക. എല്ലാ ടോപ്പിക്കുകളിലൂടെയും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ടൈം ടേബിൾ ഇട്ടാൽ നിങ്ങൾ ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാലും ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് നോക്കുക. ടൈം ടേബിൾ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ ഇട്ടല്ലേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ടോപ്പിക്ക് കിട്ടിയാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ രാജാവിൻ്റെ എൻട്രി എന്ന് പറയുന്നത് പോലെ നമ്മുടെ സൈക്കോളജിയാണ് അല്ലേ. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി 20 മാർക്കിനാണ് വരുന്നത്. DLED ടെക്സ്റ്റ് ബുക്ക് അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 20 മാർക്കും ഇന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ടോപ്പിക് ഇട്ടാലും ചിലപ്പോൾ സൈക്കോളജി പഠിക്കണമെന്നുള്ളവർക്ക് ഓർഡറിൽ പഠിക്കണമെന്ന് തോന്നിയാൽ DLED ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ പഠിച്ചോളൂ, കുഴപ്പമില്ല. ഞാനിട്ടത് നമ്മുടെ ഒരു ടോപ്പിക്കിൻ്റെ കാഠിന്യം അനുസരിച്ചൊക്കെയാണ് ഞാനിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനനുസരിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ പെഡഗോജിക്ക് അത്ര കണ്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കേട്ടോ. കാരണം അതൊക്കെ നമുക്ക് ലോജിക്ക് വെച്ച് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ബാക്കിയുള്ളത്. പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതലും നമ്മുടെ ഭാഗ്യമൊന്നു കൂടി വേണം പറയാൻ. ചിലപ്പോൾ ഒട്ടും കേട്ടിട്ടില്ലാത്ത വേർഡ്സുകളായിരിക്കാം വരുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റെമഡിയാണ് മാക്സിമം PYQ വർക്കൗട്ട് ചെയ്യുക, അല്ലെ? ഇംഗ്ലീഷ്, മലയാളം, മാത്സ് PYQ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഈ 15 ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം LPST UPSTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ HSA ഇംഗ്ലീഷിനാണ് ചോദിക്കുന്നത്. HSAക്ക് വരുന്ന എന്താണ് ടോപ്പിക്കുകൾ നോക്കുക, ഏതൊക്കെ ഏരിയ എന്ന് PSC ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ജയിൽ വകുപ്പിൽ PSC നടത്തുന്നുണ്ട്, പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ എക്സാം നടത്തുന്നുണ്ട്. അങ്ങനെ പല പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടും. അതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇതിലൊക്കെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്ത് നോക്കുക. പക്ഷേ സിലബസ് ഒരു റൗണ്ടെങ്കിലും പോയതിന് ശേഷം മാത്രം നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോവും. ഇപ്പോൾ സിലബസ് ഒരു റൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കോൺഫിഡൻസ് കൂടെയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു സിലബസ്. മാക്സിമം സിലബസ് ഫോളോ ചെയ്യാൻ കഴിയുന്നവർ സിലബസ് ഫോളോ ചെയ്യുക. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. എപ്പോഴായാലും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഇട്ട ടൈം ടേബിൾ ഫോളോ ചെയ്യണം, കൃത്യമായി ഫോളോ ചെയ്യണം എന്ന് ഞാൻ പിടിവാശി പിടിക്കില്ല. കാരണം നമ്മൾ ഓരോരുത്തരും നമുക്ക് വ്യത്യാസങ്ങളുണ്ടല്ലേ. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സമയമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കാം. എപ്പോഴായാലും നമുക്ക് എപ്പോൾ പഠിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ പഠിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണെന്നില്ല, എപ്പോൾ പഠിക്കാൻ തോന്നുന്നു അപ്പോൾ പഠിച്ച് ഈ ടോപ്പിക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.